ഈദ് പ്രമാണിച്ച് ഞങ്ങളൊരു ടൂറ് പോവാണ്. ഒരു നീണ്ട 10 മണിക്കൂർ യാത്ര. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേന്നാണ്. സമയം 12:50 ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പോണോ പോണ്ടേ എന്നൊക്കെ കുറേ ഇങ്ങനെ ആലോചിച്ച് അവസാനം എടുത്ത തീരുമാനമാണ് പോവാന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. തബൂക്കിലേക്കാണ് പോണത്. ഇവിടുന്ന് ഏകദേശം ഒരു 10-12 മണിക്കൂറുണ്ട് തബൂക്കിലേക്ക്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ വിശന്നപ്പോൾ ഒരു ക്ലബ് സാൻഡ്വിച്ചൊക്കെ കഴിച്ച് പിന്നെയും കുറേ ദൂരം ഓടി ഒരു 2:40 ആയപ്പോൾ നമ്മളൊരു പമ്പിൽ നിർത്തി ഒന്ന് ഫ്രഷ്നപ്പ് ആവാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ ഇത്രയും ദൂരം ഓടിയതുകൊണ്ടും ഉറങ്ങാത്തതുകൊണ്ടും ആണോ അറിയില്ല, എനിക്ക് നന്നായിട്ട് തലവേദന ഉണ്ടേനി. സാധാരണ ഞാൻ യാത്രയിൽ ടീ കോഫി ഇതൊന്നും കഴിക്കലില്ല കേട്ടോ. പക്ഷേ ഇക്കൊക്കെ പറഞ്ഞൊരു കപ്ചീനോ വാങ്ങിത്തരാം, കുടിച്ചു നോക്ക് പറഞ്ഞ്. അങ്ങനെ കപ്ചീനോ കുടിച്ചപ്പോഴാണ് മനസ്സിലായത് തലവേദന ഉള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. തലവേദനയ്ക്ക് നല്ലൊരാക്കം കിട്ടിയിട്ടുണ്ടേനെ. അങ്ങനെ ഇതാ ഇപ്പം യാമ്പൂലെത്തീന്. ഇത് ഞാനിങ്ങനെ പോണ വൈമെന്ന് ഓരോരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ എടുക്കുന്നതാട്ടോ. ഇപ്പോൾ സമയം 6:05. ഞങ്ങളിപ്പോൾ ഒരു പള്ളി തിരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. സുബഹിൻ്റെ ജമാഅത്തിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ പള്ളികളൊക്കെ പൂട്ടിയിട്ടാണ്. അങ്ങനെ ഇവിടെ ഒരു പള്ളി കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒളു എടുക്കണമല്ലോ. അപ്പോൾ ഒളു എടുക്കാനും കഴിയില്ല, പള്ളി പൂട്ടിയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയിൽ പുറത്തിങ്ങനെ ഒളു എടുക്കാനും സൗകര്യം ഉണ്ടായപ്പോൾ അവിടുന്ന് ഒളു എടുത്ത് സുബഹിക്ക് നിസ്കരിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഞാനിങ്ങനെ കാക്കനോട് ചോദിക്കണ്ടേനെ ഇതിപ്പോൾ എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഉമ്മുലജിലാണ് എത്തിയത്. സൂര്യൻ ഇതാ ഉദിച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ഈ സുബഹി കഴിഞ്ഞ ഉടനെയുള്ള ഈ ഒരു വെളിച്ചം വെച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ അധികം ആൾക്കാരും ഈ ഒരു സമയത്ത് അങ്ങനെ യാത്ര ചെയ്യൂലല്ലോ. പക്ഷേ ഈ ഒരു സമയത്ത് യാത്ര ഭയങ്കര രസമാണ്. ഇതിപ്പോൾ നമ്മൾ പോണത് ഒരു ഗ്രാമത്തിലൂടെ കേട്ടോ. ആ ചെറിയ എന്താ പറയുക ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. സൗദിയിലെ ഒരു ഗ്രാമമാണ്. പിന്നെ ഇതാ അങ്ങനെ ഗ്രാമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് സൈഡിലും മരുഭൂമിയുള്ള ഒരാളും മനുഷ്യനും ഒന്നും ഇല്ലാത്ത റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അവിടെ എത്തണ വരെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ അധികം അങ്ങാടികൾ തീരെ കുറവാണ്. ഒന്നെങ്കിൽ ഫുള്ള് മലകൾ, അല്ലെങ്കിൽ ഇതേപോലെ ഗ്രാമങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മരുഭൂമി. അധികം ആൾക്കാരുള്ളൊരു ഏരിയ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഈ ഒരു യാത്രയിൽ. ഇങ്ങനെ യാത്ര ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്ക് ആടുകളെ കാണാം, അതേപോലെ ഒട്ടകം, മെയിനായിട്ട് ഒട്ടകം കാണാം കേട്ടോ. പിന്നെ ഒട്ടകങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കാർ ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദൂരത്തുനിന്നേ ഒട്ടകത്തിനെ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് സ്ലോ ആക്കണത് നല്ലതാണ്. കാരണം ഇവർ പെട്ടെന്ന് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര അപകടം ഉണ്ടാവും. ഒട്ടകം നല്ല ഹൈറ്റ് ഉള്ളതല്ലേ, നമ്മളെ കാറിൻ്റെ മേലേക്ക് കണ്ട് വീണിട്ട് ഭയങ്കര അപകടം ഉണ്ടാക്കും. ഈ ദൂരെ കാണുന്നുണ്ടല്ലോ ഒരു ഷെഡ് പോലൊക്കെ ഒരു ചെറിയ കുഞ്ഞു സംഭവം, അങ്ങനെ ഒറ്റപ്പെട്ടത് കാണുമ്പോഴേക്ക് വേഗം ഓർമ്മ വാട് ജീവിതാട്ടോ. നമ്മളത് ഇങ്ങനെ പറഞ്ഞും ചെയ്ത് ഇപ്പോഴും ഉണ്ടാവും എത്രയോ ജീവിതങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. അങ്ങനെ കുറേ ഓടി ഇപ്പോൾ ഇതാ കുറച്ച് പച്ചപ്പുകളൊക്കെ കാണാൻ തുടങ്ങിന്. ഇപ്പം നമ്മളെത്തിയത് അൽവജിലാണ് കേട്ടോ. പച്ചപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെയും അങ്ങനെ കൂടുതലായിട്ട് ആൾക്കാരൊന്നും കാണാനില്ല. അങ്ങനെ ഇതാ ആ പച്ചപ്പ് കഴിഞ്ഞ് ഞങ്ങളിതാ കുറേ മലകളൊക്കെ ഉള്ള സ്ഥലം എത്തിന്. ഇനിയിപ്പോൾ കുറേ ദൂരം ഇതന്നെ കാണാനുള്ളൂ. രണ്ട് സൈഡിലും നിറച്ചതേപോലെ മലകൾ, വലുത് ചെറുത് പല നിറങ്ങൾ, അങ്ങനെ മലകളാണ് കുറേ ദൂരം കാണാനുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ വിശന്ന് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊരു അങ്ങാടി നോക്കി നടക്കുകയാണ്. അങ്ങാടി കിട്ടുമോ ഇല്ലേന്നൊന്നും അറിയൂല. കുറേ ദൂരമായി ഇങ്ങനെ തന്നെ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് വന്നത് മുതൽ, ജിദ്ദയിൽ തുടങ്ങിയത് മുതൽ നല്ലൊരു അങ്ങാടി കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കുറച്ച് ലേറ്റൊക്കെ ഉള്ള ഒരു ഏരിയ കണ്ടപ്പോൾ അങ്ങാടിയിൽ എത്തിയെന്ന് വിചാരിച്ചിനി. പക്ഷേ അതൊരു അങ്ങാടി ഇല്ലേനി. അവിടെ ഒരു പമ്പുണ്ട്. പമ്പിൻ്റെ അടുത്ത് ഒരൊറ്റൊരു ബകാല മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല ഇവിടുന്ന്. അപ്പോൾ അവിടുന്ന് ഓരോട് ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞേ ഇവിടുന്നും കുറച്ചധികം ദൂരം യാത്ര ചെയ്താലേ അങ്ങാടി എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾക്കൊക്കെ നന്നായിട്ട് വിശക്കണുണ്ടേനി. അപ്പോൾ താൽക്കാലിക വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ബകാലയിൽ കയറിയിട്ട് ബിസ്ക്കറ്റും കേക്കും അങ്ങനത്തെ ഐറ്റംസ് അല്ലേ ഇവിടുന്ന് കിട്ടുള്ളൂ.
അപ്പോൾ പിന്നെ കടലൊക്കെ ആകുമ്പം കുറച്ചധികം വിശപ്പ് എന്താ പറയുക പിടിച്ചു നിർത്താൻ പറ്റുമല്ലോ. അങ്ങനെ അതൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് കയറുകയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം പൊതുവേ സൗദിയിൽ എല്ലായിടത്തും നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ ഇന്നത്തെ യാത്രയിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ സൂര്യനില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ സൂര്യൻ ഉദിക്കുന്ന സമയം കണ്ടല്ലോ, ആ ഒരു സമയത്ത് കണ്ടതാണ് സൂര്യനെ. പിന്നെ ഈ വരുന്ന വൈമലൊക്കെ അത്യാവശ്യം നല്ലോണം കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കണതാണ്. സൂര്യനെ ഇടയ്ക്കൊന്ന് എത്തി നോക്കി പോവും, അത്രമാത്രം നല്ലോണം കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കണുണ്ടേനെ. അപ്പോൾ അങ്ങനെ കുറേ ദൂരം ഓടിയപ്പോൾ നമുക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോകണം. ഇത് നല്ലൊരു അടിപൊളി സ്ഥലമേനി, നല്ല കാലാവസ്ഥയേനി. പിന്നെ ഈ കാർമേഘം മൂടി നിൽക്കുന്നതും ഒക്കെ ഒരു നമ്മൾ ശരിക്കും നേരിട്ട് കാണുന്നത് ഒരിക്കലും ഈ ഒരു ഇതിൽ പകർത്താൻ കഴിയുന്നില്ല കേട്ടോ. ഭയങ്കര രസമുണ്ടേനി അവിടെ. പ്രത്യേകിച്ച് ഈ ഒരു വെതറാണ് എടുത്ത് പറയേണ്ടത്. അങ്ങനെ ഇപ്പം 9:40 ആയിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുംപാടി മുന്നിൽ വന്നപ്പോൾ ഒരു ഫൂലും തമ്മീസിൻ്റെ കട ഉണ്ടേനി. അപ്പം നമ്മൾ വിചാരിച്ച് ഇനിയും തിരഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, കിട്ടിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഫൂലും തമ്മീസൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ ഫലാഫിൽ ഉണ്ടേനി. ഞാൻ പിന്നെ ഫലാഫിൽ വാങ്ങി. ഞാനും ഇലും ഫലാഫിൽ വാങ്ങി കഴിച്ച് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ ഒരാശ്വാസം കിട്ടി. അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. തബൂക്കിലേക്ക് 237 കിലോമീറ്റർ ഉണ്ട് ഇനിയും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഗൂഗിൾ ലൊക്കേഷൻ നോക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് വഴികളൊന്നും അറിയൂലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലൊക്കേഷൻ നോക്കിയാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയത് നേരായിട്ടുള്ള വഴിക്കൂടെ അല്ല എന്നുള്ളത് അവിടെ എത്തിയപ്പോഴാട്ടോ മനസ്സിലായത്. ഇത് ഞങ്ങളെ കൊണ്ടുപോയത് ഏതൊക്കെയോ ഒരു ചുരമുള്ള വഴിക്കൂടൊക്കെ ആണ്. ഇത് ഭയങ്കര ഒരു കുന്ന് പോലെ, ഇത്രയും വലിയൊരു ചുരം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഇവിടെ കണ്ടോ, ഈ ഒരു കയറ്റത്തുനിന്ന് വണ്ടികൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കത്തി കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പം പേടിയായി. പിന്നെ ഇവിടുന്ന് ഒരാളെ കണ്ടപ്പോൾ ഏകദേശമൊക്കെ ഇവിടുത്തെ ഒരു നാട്ടുകാരനാണെന്ന് തോന്നിയപ്പോൾ ഈ വഴിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു ചോദിച്ച്, നിങ്ങളെന്താ ഇതിലേ വന്നണ്, ഇവിടെ ഇങ്ങനെ കല്ല് വീകണ സ്ഥലമാണ്, നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ്. മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ അപകടത്തിലാവും ഇനി. അങ്ങനെ നമ്മൾ എന്തായാലും കുറച്ചൊന്ന് പേടിച്ച്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ വെറുതെ ഒരു കൗതുകം തോന്നിയാണ്ട് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അത് സംഭവം നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് കൊടുങ്കാറ്റാണെന്നൊക്കെ തോന്നി. ഞാൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്താ തള്ളുവാണോ എന്ന്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. എന്താ പറയുക, ഇവിടുത്തെ ഈ കാറ്റിൻ്റെ ശക്തി കാരണം ഞാനിങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയി. കാറ്റ് നമ്മളങ്ങനെ കൊണ്ടുവരണ മാതിരി ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇവിടെ ഇപ്പോൾ വെതർ 17 ഡിഗ്രിയാണ്. ഞാൻ ഇങ്ങനെ വെതർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എത്ര ആവണം. നമ്മൾ ഈ വണ്ടീൻ്റെ ഉള്ളിലാവുമ്പോൾ വെതർ നമുക്ക് അറിയാൻ കഴിയൂല കേട്ടോ, ഫീൽ ചെയ്യൂല. പുറത്തിറങ്ങി നോക്കണം അത് അറിയണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെതർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക, കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ അധികം ക്ഷീണിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ക്ഷീണം തീരെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ രാത്രി നമ്മൾ തീരെ ഉറങ്ങിയിട്ടില്ല. 12:50 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അതുമുതൽ ഇപ്പോൾ സമയം 11:03 ആയിട്ടുണ്ട്. 11:03 വരെ ഉറങ്ങിയിട്ടേ ഇല്ല. തീരെ കണ്ണിൻ്റെ പോള പൂട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അല്ലാതെ നമ്മൾ പകൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ വെയിൽ കാരണം ഉണ്ടാവുന്ന ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടല്ലോ, ആ ഒരു ക്ഷീണമില്ല കേട്ടോ. ഇപ്പോൾ വെതർ 14 ഡിഗ്രി ആയിന്. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പം ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മല കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. ഈ അല്ലുല തബൂക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക വേറൊരു തരം മലകളാണ് കാണാൻ പറ്റുക. അത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു ഭാഗത ഇവിടുന്ന് ഇങ്ങനെ ദൂരത്തുനിന്നേ നോക്കിയാൽ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും തബൂക്കിൽ എത്താനായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ മലൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറേ കാലങ്ങൾക്ക് മുന്നേ വോൾക്കാനോ പൊട്ടിക്കാണ്ട് ഉണ്ടായ ആ ഒരു ലാവ ഉറച്ചിട്ടുണ്ടായ മല ഉണ്ടാവുമല്ലോ, അതാണത്. അതിമലേക്ക് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് ഞാൻ ഇപ്പോൾ ഇത്ര എക്സ്പീരിയൻസോട് കൂടി ഇത്ര കണ്ട മാതിരി പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ അല്ലുലയിൽ പോയിട്ടുണ്ടേനി. അപ്പോൾ അല്ലുലയിൽ പോയ സമയത്ത് അവിടുത്തെ മലകൾ ഇതേമാതിരിയാണല്ലോ. അപ്പോൾ ആ ഒരു മലമലേക്ക് നമ്മളിങ്ങനെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കുക. ഓരോ സമയം നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ രൂപങ്ങളൊക്കെ ആയിട്ട് തോന്നും. അത് നിങ്ങൾ അവിടെ എത്തിയിട്ട് ആ ഒരു മല കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ആ പെയ്യും എന്ന് വിചാരിച്ചാൽ മൂടി നിൽക്കണ ഇതുണ്ടല്ലോ. ഇപ്പം സൗദിയിലാണെങ്കിലും
GCCയിൽ ഒരുവിധം എല്ലായിടത്തും മഴൻ്റെ ഒരു സമയമാണല്ലോ ഇപ്പോൾ. ഒമാനിലൊക്കെ വെള്ളപ്പൊക്കം അങ്ങനെ പല UAEയിലും ഒക്കെ ഉണ്ട്. സൗദിയിലാണ് പിന്നെ ഒരു കുറച്ച് കുറവുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സൗദിയിലും പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ മഴ ഇങ്ങനെ വന്നും പോയൊക്കെ കളിക്കുന്നുണ്ട്. ഞങ്ങളെ ഈ യാത്രയിലും ഇതാ ഇപ്പോൾ ഈ കാണുന്ന മാതിരി കുറച്ച് ഏരിയയിൽ മഴ കുറച്ചൊന്ന് ചാറി പോവും, പിന്നെ വരും, പിന്നെ പോവും. അങ്ങനെ ആണ്. ഞാൻ പറഞ്ഞ മാതിരി സൂര്യനേ ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടാണ്. ഇത് തബൂക്കിലുള്ള ഒരു സ്ഥലമാണ്. വാദി അൽ ദെയ്സ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നത്. ദിശ എന്നാണോ ദെയ്സ എന്നാണോ എന്നറിയില്ല. അവിടുത്തെ സൗദികളൊക്കെ ദെയ്സ എന്നാണ് പ്രൊനൗൺസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശമാണ്. ഫുള്ള് പച്ചപ്പും കൃഷികളും ഒക്കെ ആയിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഉള്ളതാണ് ഈ വാദി അൽ ദശ. വാദി എന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഉള്ള ഒരു താഴ്വര ഉണ്ടാവുമല്ലോ, അതിനാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ എത്തിയതിപ്പോൾ നമ്മൾ റൂം തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഈ ഒരു കൃഷിയിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ല്. ഈ മുല്ലപ്പൂ ഇങ്ങനെ മൊത്തത്തിൽ വിരിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ശരിക്കും മുല്ലൻ്റെ സ്മെല്ല് തന്നെ. ഭയങ്കര ഒരു നല്ല സ്മെല്ല്. അപ്പോൾ എവിടുന്നാ ഈ സ്മെല്ല് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു മരം കണ്ടത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് മുല്ലപ്പൂവാണ്, ഈ വിരിഞ്ഞ് നിൽക്കണ മൊത്തം മുല്ലപ്പൂവാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ശരിക്കും അതല്ല, ഇത് ബുർത്തുക്കാലിൻ്റെതായ ഈ ഓറഞ്ചിൻ്റെ ഒക്കെ മരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ കൃഷികളാണ് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പൂവിൻ്റെ സ്മെല്ലാണ് ഈ കിട്ടുന്നത്. ഈ പൂവിൻ്റെ സ്മെല്ല് ശരിക്കും മുല്ലപ്പൂ തന്നെ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു ഫ്രഷായ മാതിരി, എന്താ പറയുക, നമുക്ക് ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഒന്നായിട്ട് കിട്ടുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളൊരു ടെൻ്റ് അടിച്ച മരത്തൊരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്കൊരു പ്രൈവസി ഒന്നും തോന്നാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് പോകുന്നു. ഇനിയിപ്പം വേറെ സ്ഥലത്തേക്ക് നോക്കുകയാണ്. ഇത് വേറൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു ഗ്രാമപ്രദേശമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സെറ്റപ്പുള്ള റൂമുകളൊന്നുമില്ല. ഈ ഒരു ഗ്രാമത്തിലുള്ളൊരു വീടും ആ വീടിൻ്റെ മുറ്റും ഒക്കെ എങ്ങനെയാണോ അതേപോലെയാണ്. മുറ്റത്ത് ഇങ്ങനെ മണ്ണൊക്കെ ആയിട്ട് കുറച്ച് ചെടികൾ, ഒരു ഇരിക്കാനൊരു സെറ്റപ്പ്, പിന്നെ ഇതാ ഈ ഒരു ടെൻറ്റ് പോലുള്ള ഈ ഒരു സെറ്റപ്പ്, അങ്ങനത്തതാണ് കേട്ടോ ഇവിടെ ഉള്ളത് മൊത്തം. ഇവിടെ നമ്മൾ നല്ലത് തിരഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. മൊത്തം ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീട് മരത്തെ സംഭവം. അതൊക്കെ ഇങ്ങനെ ഓരോ കൃഷിയിടത്തിൻ്റെ ഉള്ളിലാണ് ഓരോ റൂമുകളും ഉള്ളത്. നമ്മളങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ റൂം തിരഞ്ഞ് പോകുമ്പോൾ ഈ കുട്ടീനെ കണ്ടിട്ടോ. അപ്പോൾ ആ കുട്ടി റൂം കാണിച്ചു തരാമെന്നും പറഞ്ഞാണ്ട് വണ്ടിമേൽ ചാടി കയറിയതാണ്. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇതൊക്കെ ഓരോ കൃഷിയിടത്തിൻ്റെ ഉള്ളിലാണ് ഓരോ റൂമും ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെപ്പോഴും ടൂറൊക്കെ പോകുമ്പോൾ റിസോർട്ടിലൊക്കെ റൂം എടുത്ത് നിൽക്കും, അങ്ങനെ നല്ല നല്ല റൂം എടുത്ത് നിൽക്കുന്നതിനെക്കാട്ടിയും ശരിക്കും നമ്മളൊരു ഗ്രാമത്തിലൊക്കെ പോയിട്ട് താമസിക്കുമ്പം കിട്ടുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ ഉള്ളത്. നമ്മളങ്ങനെ ഉച്ച സമയമായപ്പോൾ നമുക്ക് വിശക്കുണ്ടായി. നമ്മൾ ചോറൊക്കെ വാങ്ങിയാണ്ട് ഇപ്പോൾ ഈ കണ്ട റൂം എടുക്കാമെന്ന് വിചാരിച്ച് കണ്ട് ഇത് ഉറപ്പിച്ച് കണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇതിൻ്റെ ഉള്ളൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഉള്ളൊന്നും നമ്മളൊരു നല്ലൊരു റൂമിൻ്റെ സെറ്റപ്പൊന്നുമല്ല, സാധാ ഒരു വീട്ടിൽ ഒരു റൂമൊക്കെ എങ്ങനെ ഉണ്ടാവും, അതും ഒരു ഗ്രാമത്തിലൊക്കെ ഉള്ളൊരു വീട്ടിലുള്ള കട്ടിലും കിടക്കും അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. 2 റൂം, കിച്ചണ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ബാത്റൂം ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര വൃത്തി ഇല്ല. വൃത്തി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണെന്നൊക്കെ. നമ്മൾ ഈ വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ റൂമുകൾ ഇവിടുന്ന് നോക്കി. അങ്ങനെ കിട്ടാതായപ്പോൾ ഇവിടെ തന്നെ നിൽക്കാമെന്നുള്ളതിലാണ്. സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, അങ്ങനെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അയാളോട് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ് വേറൊരു റൂമുണ്ട് കാണിച്ചു തരാറിനെങ്ങാണ്ടാണ് ഈ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നത്. ഇത് പുറത്തുനിന്ന് നോക്കുമ്പം ഒരു ഗ്രാമത്തിലുള്ളൊരു വീട് മാതിരി തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിതാ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളൊരു റൂമ് മാതിരി ഒരു എന്താ പറയുക, സീലിങ്ങൊക്കെ ചെയ്ത് നല്ല കട്ടിലും അൾമാറയും പിന്നെന്താ കെറ്റിലുണ്ട്, കോഫി കുടിക്കാനുള്ളതും. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക റിസോർട്ടിലൊക്കെ പോയാൽ നമുക്ക് കിട്ടണ എല്ലാ സെറ്റപ്പും ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതന്നെ എന്താ പറയുക, ഇത് നമ്മൾ ഉറപ്പിച്ച് ഒരൊറ്റ റൂമേ ഉള്ളൂ. എന്നാലും എനിക്കതിനെക്കാട്ടിയും കിടക്കാൻ, നമുക്കൊന്ന് കിടന്നുറങ്ങാൻ
നല്ലതായിട്ട് തോന്നിയത് എനിക്കിതാണ്. ഈ റൂം കിട്ടിയത് തന്നെ കണക്ക് കയറി കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ പുലർച്ചക്കാണ് ഇപ്പം നീച്ചത്. സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ നല്ല വെളിച്ചമുണ്ട്. ഇതൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണ് ഇത്ര വെളിച്ചെന്ന് തോന്നുന്നുണ്ട്. സൂര്യൻ ഉദിച്ചിട്ടില്ല. രാത്രി നല്ല മഴ ഇതിനി, അതാണ് ഈ കാറുമ്മലൊക്കെ ഇങ്ങനെ വെള്ളം വീണ് കിടക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ 11 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു സമയത്തുള്ള ടെമ്പറേച്ചർ. പക്ഷേ ടെമ്പറേച്ചറൊന്നും വക വെക്കാതെ ഞാനും മക്കളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിന് കേട്ടോ. ഈ സമയം മിസ്സാക്കിയാൽ അതൊരു ഭയങ്കര മിസ്സിങ് തന്നെയാണ്. മോർണിംഗിൽ ഞാൻ ഇവിടുത്തെ ലൈവ് ഒരു കേൾപ്പിച്ചരങ്ങൾക്ക്. അടിപൊളിയല്ലേ അമ്മ? ഈ കിളികളുടെ സൗണ്ടും ഈ തണുപ്പും ഇതൊക്കെ നല്ലൊരു വൈബ് തന്നെയാണ്. പക്ഷേ നന്നായിട്ട് തണുക്കുണ്ടേനി കേട്ടോ. ഞാൻ വീട്ടിലിടുന്ന ഒരു മാക്സ് ഇട്ട് കണ്ടാണ് ഈ പരിസരം മൊത്തം ഇങ്ങനെ നടക്കുന്നത്. നല്ലോണം തണുക്കണുണ്ടേനി. പക്ഷേ ഞാനതൊന്നും നോക്കാതെ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല കേട്ടോ, ആരുമില്ല. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റൂമിൻ്റെ നമ്പറും ഇതൊക്കെയാണ് കേട്ടോ. ഇവിടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് മെയിൻ റോഡാണ്. പെട്ടെന്ന് വണ്ടികൾ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വണ്ടി പോവുള്ളൂ, പക്ഷേ നല്ല സ്പീഡിലാണ് പോവുക. അപ്പോൾ ഞാൻ മക്കളോട് ഇങ്ങനെ പറയുന്നു, റോട്ടുമ്മൽ ഇറങ്ങി നടക്കല്ലേ, പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ കാണൂലല്ലോ. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് ബൊഗെയിൻ വില്ലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ ബൊഗെയിൻ വില്ല് ചുറ്റിപ്പറ്റിക്കാണ്ട് തന്നെ 2-3 ഷോട്ടുകളും റീലിനായിട്ടുള്ളതും ഒക്കെ ഈ ബൊഗെയിൻ വില്ല് ചുറ്റിപ്പറ്റിക്കാണ്ട് തന്നെ വീഡിയോസൊക്കെ എടുത്താണ്. നമ്മൾ ആ റൂം കിട്ടിയ ഉടനെ തന്നെ രാത്രി നമ്മൾ അവിടുന്ന് ജിദ്ദന്ന് പോന്നപ്പോഴൊന്നും ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ. അത് പിറ്റേന്ന് ഉച്ച വരെ ഉറങ്ങാതെ നിന്നതുകൊണ്ട് റൂം കിട്ടലും നമ്മൾ കയറി കിടക്കലും ഉറങ്ങലും അല്ലേ ഇനിയോ. അതുകൊണ്ട് തന്നെ അത്രയും നേരം ഉറക്കം കിട്ടിയതുകൊണ്ടാണ് രാവിലെ ഇത്ര നേരത്തെ നീക്കാൻ കഴിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എവിടെയും പോയി നിൽക്കുമ്പോഴൊക്കെ ക്ഷീണത്തിൽ പിറ്റേന്ന് രാവിലെ അങ്ങനെ നീക്കാൻ കഴിയലില്ല. മിക്കവാറും ലേറ്റായിട്ടാണ് നീക്കൽ. പക്ഷേ ഇവിടുന്ന് നേരത്തെ നീക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇതൊന്നും മിസ്സായിട്ടില്ല. ഈ രാവിലത്തെ ഈ വെതറും ഈ ഒരു കാഴ്ചകളും ഈ കിളികളുടെ സൗണ്ടും, പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും കിട്ടിയ ഉറക്കമൊക്കെ നല്ല തെളിഞ്ഞതുകൊണ്ട് തന്നെ. പിന്നെ അത്യാവശ്യം നല്ല വിശക്കണുണ്ടേനി. ബഗാലൊന്നും ഞങ്ങൾ നീച്ച സമയത്ത് തുറന്നില്ല കേട്ടോ. പിന്നെ അത് തുറക്കണതും കാത്തു നിന്ന് പിന്നെ ബഗാല തുറന്നപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നമുക്ക് ഫുള്ളും തമ്മീസായിട്ട് ഒന്നും കിട്ടിയത്. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് എഗ്ഗ് വാങ്ങിങ്ങാണ്ട് നമ്മളിവിടുന്ന് റൂമിൽ നിന്ന് ബോയിൽ ചെയ്ത് ചായ കുടിച്ചത് ഇതായി പുറത്തുള്ള ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സാധനം നമുക്ക് ക്യാമറയിൽ പകർത്താൻ ഒരിക്കലും കഴിയൂല കേട്ടോ. നിങ്ങൾ ഇപ്പം ഈ കാണുന്ന മാതിരി ഒന്നല്ല, ഞാൻ നേരിട്ട് കണ്ട സമയത്ത് അതൊക്കെ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോണ സമയത്ത് ഒരു വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നല്ല നിറച്ച് ബൊഗെയിൻ വില്ല ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങി പോണതാട്ടോ നിങ്ങൾ കാണുന്നത്. സാധാരണ യാത്രയിൽ ഞാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടൽ. പക്ഷേ ഇതിപ്പോൾ ഈദ് ടൂർ ആയതുകൊണ്ട് തന്നെ ഈദിനെടുത്ത ഡ്രസ്സ് തന്നെ ഇടാം. ഫോട്ടോസൊക്കെ എടുക്കാനും കൂടെ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മലകൾ, അതാണിത്. ഓരോന്നും എന്താ പറയുക, ഓരോരോ ചിത്രങ്ങൾ വരച്ച് വെച്ച പോലാണുള്ളത്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം ഓരോരോ എന്താ പറയുക രൂപങ്ങളായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വാദി അൽ ദൈസ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്താ പറയുക ഈ ഒരു വണ്ടിയിലാട്ടോ പോകേണ്ടത്. ഇതിനെത്ര 300-350 റിയാലേനി ഈ ഒരു യാത്രക്കായത്. ഇതൊരു അടിപൊളി നിങ്ങൾ സൗദിയിലുള്ള ആൾക്കാരാണെങ്കിൽ തബൂക്കിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി ആട്ടോ ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് ഭയങ്കര രസമാണ് ഈ ഒരു യാത്ര. ഇവിടെ ഇപ്പം വെള്ളം കുറവാണ്, ഇതിനെക്കാട്ടി കുറച്ചും പാടി വെള്ളം ഉണ്ടാവും. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇവരിത് പൂട്ടിയിടും. കാരണം ഈ മലൻ്റെ മേലിൽ നിന്നൊക്കെ പെട്ടെന്ന് വെള്ളം വന്നാൽ ഇപ്പോൾ ഒമാനിലൊക്കെ വാദി
ഇതായിട്ടാണല്ലോ അവിടെ പ്രശ്നം ഉണ്ടായത്. ആരൊക്കെ ഒലിച്ചു പോയി, മലയാളികൾ മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പോൾ അത് ഇതേമാതിരത്തെ വാദിയാണൊക്കെ അത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് മഴ പെയ്താൽ മലകളിങ്ങനെ നിൽക്കണതുകൊണ്ട് എവിടെ നിന്നൊക്കെ വെള്ളം വരികയെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ വെള്ളമുള്ള സമയത്ത് ഇവരിത് പൂട്ടിയിടും. നമ്മൾ വന്ന സമയത്ത്, ഇന്നലെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ മൊത്തം മഴ മൂടി നിൽക്കുകയിനി എന്നൊക്കെ. ഇന്നലെ വന്ന സമയത്ത് പോലും പൂട്ടിയിട്ടിനി. ഇതിപ്പോൾ പിറ്റേന്നായതുകൊണ്ട് അത്ര വലിയ മഴക്കാറും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയത്. ഈ രണ്ട് സൈഡിൽ കാണുന്ന ഈ കത്തിയമാതിരിയുള്ളതില്ലേ, ഇത് കത്തിയതാട്ടോ. ഇവിടെ ഈ തണുപ്പ് പോലെ തന്നെ ഇവിടുത്തെ സമ്മറിൽ അത്രക്ക് തന്നെ ചൂടുണ്ടാവും ഇവിടെ. എത്രത്തോളം തണുപ്പ് കാലത്ത് ഇവിടെ തണുപ്പുണ്ടോ അത്രത്തോളം തന്നെ ചൂട് കാലത്ത് ഇവിടെ ചൂടുമാണ് ഉണ്ടാവുക. ഇത് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇങ്ങനെ കത്തിയതാണ് എന്നാണ് പറഞ്ഞത്. ചൂട് കാരണം താനേ കത്തിയതാണ് ആ രണ്ട് സൈഡിൽ കണ്ടത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോവും, പിന്നെ കാരക്കമരത്തിൻ്റെ ഇടയിൽ കൂടെ പോവും, പിന്നെന്താണ് ഈ മലകളുടെ ഇടയിൽ കൂടെ കുറച്ച് സ്ഥലത്ത് എത്തുമ്പം വെള്ളം, അതൊക്കെ ഭയങ്കര രസമുണ്ടേനി. പിന്നെ നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ വേറൊരു വാദിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ വണ്ടി രണ്ടും പാടി ഇങ്ങനെ കുടുങ്ങി കിടക്കുകയിനി. അപ്പോൾ അത് നന്നാക്കണതാട്ടോ ഒപ്പം നിങ്ങൾ കണ്ടത്. ഇതിപ്പോൾ അവിടുന്ന് വന്ന് വേറെ വാദീൻ്റെ ഉള്ളിലാട്ടോ ഒപ്പം പോയി കൊണ്ടിരിക്കണത്. പക്ഷെ നല്ല ഉറപ്പുള്ള തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോണ സമയത്ത് ചില സ്ഥലത്ത് എത്തുമ്പോൾ ഇവർ നമുക്കിങ്ങനെ നിർത്തി തരും കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജിദ്ദന്ന് വരുമ്പോൾ കാക്കനോട് ചോദിച്ചിനി 13 മണിക്കൂർ 12 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് വെറും ഈ ഒരു വാദി കാണാൻ വേണ്ടി മാത്രമായിട്ട് പോവേണ്ടതുണ്ടോയെന്ന് ഞാൻ ചോദിച്ചിനി കേട്ടോ. പക്ഷേ അത് ഞാൻ തിരുത്തി പറയാണ് ഇവിടെ എത്തിയപ്പോൾ. കാരണം ഇതുണ്ടല്ലോ, ഈ ഒരു യാത്ര, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്ര, അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഏനി. പക്ഷെ ആ കല്ലുമേതാവട്ടും ആ കല്ലുമേ ഞാൻ മറ്റേ ഡ്രൈവറോട് അങ്ങനെ കുറച്ച് ഓടികാണ്ട് പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാറിഞ്ഞാണ്ട് ആ ഡ്രൈവർ ഇവിടെ നിർത്തിയിട്ടോ. ഇവിടെ എന്താണ് ചെറിയൊരു ഇങ്ങനെ വെള്ളം, ഒരു കുളം പോലെ ഇങ്ങനെ വെള്ളമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ചെറിയൊരു കുഞ്ഞു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കാണാനാണ് നമുക്ക് ഇവിടെ നിർത്തി തന്നത്. പക്ഷേ ഈ വെള്ളച്ചാട്ടമൊന്നും നമുക്ക് വലിയ കാര്യമില്ല, കാരണം കേരളത്തിൽ ഇതിനെക്കാട്ടിയും വലിയ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടതല്ലേ. പക്ഷേ അതൊക്കെ പോട്ടെ. പക്ഷേ ഈ ഒരു വണ്ടിയിലുള്ള ഈ വാതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ, അത് നിങ്ങൾ സൗദിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരാതെ നിങ്ങൾ മിസ് ചെയ്യരുത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വരണം. ചൂടത്തൊന്നും ഇവിടെ തീരെ നടക്കൂല. ഈ ഒരു തണുപ്പുള്ള വെതറിലാണ് ഈ ഒരു യാത്ര ഭയങ്കര രസമുണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ ഒരു സൗണ്ടിന് കൂറ്റില്ലാതായി പോയതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കാരണം ഈ തണുത്ത കാറ്റും കൊണ്ട് ഈ യാത്ര ആയിരിക്കും അതിൻ്റെ കാരണം. ഈ ഒരു യാത്ര ഇങ്ങനെ കുറേ സമയം ഉണ്ടായിന് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ച അതിനെക്കാട്ടും കുറേ സമയം ഉണ്ടായിന് യാത്ര. ആദ്യം ഒരു വാതിൻ്റെ ഉള്ളിൽ പോയി, പിന്നെ വേറെ ഒന്നിൻ്റെ ഉള്ളിൽ പോയി, അങ്ങനെ കുറേ നേരം ഉണ്ടായിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാണ്. ഇനിയിപ്പം നമുക്ക് വേറെ എവിടേക്കും പോവാനൊന്നുമില്ല. ഇനി പോണ വഴികളൊക്കെ ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നേരെ ജിദ്ദയിൽ റൂമിലേക്കാണ് പോണത്. ഇപ്പോൾ ഞങ്ങൾ ദുബൈയിലെത്തിയിട്ടുണ്ട്. ഒരു ഉച്ച സമയമൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിനു വേണ്ടി ചോറ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ തിരഞ്ഞങ്ങനെ പോയി. ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. മന്തി, അൽഫാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നിസ്കരിക്കാനുള്ളൊരു പള്ളി ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്. ഈ പള്ളിയൊക്കെ പൂട്ടിയിട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ പള്ളികളൊക്കെ പൂട്ടിയിടും. അപ്പോൾ നമുക്ക് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാൻ കഴിയൂല.
അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വരുമ്പം ഒരു കപ്ചീനോ കുടിച്ചിട്ടില്ലേനോ അതിൻ്റെ സുഖം അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു സുഖം കിട്ടാൻ വേണ്ടി പോകുമ്പോഴും ഒരു പമ്പിൽ കയറിയപ്പോൾ ഒരു കപ്ചീനോ കുടിച്ച്. ഇപ്പോൾ ഇത് കുടിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. ചൂടുള്ളത് കുടിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം കുടിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും നമ്മളിങ്ങനെ പോവാണ്. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. ഇവരൊക്കെ കയറിയപ്പോൾ ഉറങ്ങാൻ തുടങ്ങിന്. നല്ല ക്ഷീണം ഉണ്ടാവും. പോണ പോലെയല്ല തിരിച്ച് വരുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എന്താ പറയുക ഓരോരോ പമ്പിലൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി. കാരണം ഒന്ന് ഇറങ്ങി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീരെ ശരിയാവില്ല. പോണ മാതിരിയല്ല തിരിച്ച് വരുമ്പം നമ്മൾ അത്രയും യാത്രയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആകെ ഊരൊക്കെ നല്ല വേദന ഉണ്ട് ഇനി ജിദ്ദെത്തണവരെ. അത്രയും ലോങ് ട്രിപ്പല്ലേ. അപ്പോൾ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നൊക്കെ ചെയ്തിനി. പിന്നെ രാത്രിയായപ്പം നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് എല്ലാവരും പാടിയും കൂടിയിട്ട്. ഡിന്നറിന് വേണ്ടിയിട്ട് അൽബേക്കാണ് വാങ്ങിയത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നുങ്ങാണ്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് ഫൈനലി ഞങ്ങൾ ജിദ്ദയിലെത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് തീരാണ്.